Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും. കേരളത്തിൽ CPIM BJP അന്തർധാരയെന്ന ആരോപണം ശക്തമാക്കുകയാണ് രാഹുൽ. ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ ഇന്ന് രംഗത്തെത്തി. നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? I am 24/7 attacking the BJP and the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. It's a bit surprising. He says he is fighting ideological battle against the BJP. But I know the BJP because when you fight ideological battle against the BJP, they attack you with everything they have. So this is something the people of Kerala should think about. മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. എന്ത് വിരോധാഭാസമാണ്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എൻ്റെ പ്രസംഗത്തിലുണ്ടാകുന്ന അത്തരം ആശയങ്ങൾ അത് മുഴുവൻ അങ്ങോട്ട് തമസ്കരിക്കുക, അതാണല്ലോ ചെയ്തു വരുന്നത്. മോദിയെ വിട്ട് രാഹുലിനെതിരെയോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇന്നത്തെ രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ കണ്ടല്ലോ. അതെ, നോക്കൂ, കേരളത്തിലേത് വളരെ സവിശേഷമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ഒരു മത്സരം നടക്കാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നില്ല, അതേപോലെ പഞ്ചാബിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നില്ല. അത് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ ഒരു നിലപാടാണ്. ഇവിടെ നിശ്ചയമായും നമുക്ക് പറയാം ഒരു ത്രികോണ മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് എന്ന്. അപ്പോൾ പോലും BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അഥവാ BJP നേതൃത്വം നൽകുന്ന NDA എന്ന മുന്നണിക്ക് പരമാവധി ഒരു 15% വോട്ടൊക്കെയാണുള്ളത്. എന്നാൽ നിശ്ചയമായും ഏതാനും ചില മണ്ഡലങ്ങളിൽ അവരൊരു ശക്തി തന്നെയാണ്. ഏതാണ്ട് 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനുമൊക്കെ ഇടയ്ക്ക് വോട്ട് 2019 BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പ്രധാനമായും മത്സരം നടക്കുന്നത് LDFനും UDFനും ഇടയിൽ തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവിടെ വലിയ തോതിൽ പിണറായി വിജയന് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കേണ്ടി വരും, അറ്റാക്ക് ചെയ്ത് സംസാരിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്തുവാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന് വലിയ സാധ്യതയൊന്നുമില്ല. അത്ഭുതകരമായി ഒരു സീറ്റ് കിട്ടിയാലായി. അവിടെയും അത്തരമൊരു പ്രതീക്ഷ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ത്രിപുരയിലും വളരെ മോശപ്പെട്ട സ്ഥിതിയാണ്. അവിടെ നിന്നും ഇടതുപക്ഷത്തിന് വിജയിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ 2 സീറ്റ് ലഭിച്ചു. ആ 2 സീറ്റ് ഇക്കുറിയും തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു DMK തരംഗം തന്നെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ 102 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഒരു മണ്ഡലം രാജസ്ഥാനിലെ സിക്കാറാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ പിന്തുണയിൽ ജയിച്ചു വരാമെന്ന് CPM പ്രതീക്ഷിക്കുന്നു. പക്ഷേ 2024 ഈ തെരഞ്ഞെടുപ്പിൽ ഏക പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് കേരളം മാത്രമാണ്. അവിടെ കേരളത്തിൽ അവർ ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമായും UDFനെതിരായിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ UDFനെതിരായിട്ട് സുപ്രധാനമായും UDFൻ്റെ കേരളത്തിൽ മത്സരിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മുനമൂർച്ചയുള്ള വിമർശനങ്ങൾ പിണറായി വിജയന് പറയേണ്ടി വരും. പ്രാഥമികമായും അദ്ദേഹത്തിൻ്റെ ആക്രമണം രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് ഈ സംസ്ഥാനത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അനിവാര്യതയാണ്. ഇപ്പോൾ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഇടതുപക്ഷത്തിനുണ്ടായല്ലോ. 20 സീറ്റിൽ 19 സീറ്റാണ് അന്ന് UDF നേടിയത്. അതിൻ്റെ പ്രാഥമിക കാരണമായി പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് വഴി സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ള ഒരു കോൺഗ്രസ് തരംഗം, ഒരു രാഹുൽ തരംഗം നിശ്ചയമായും വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിനുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ സ്വാഭാവികമായും ഇടതുപക്ഷ നേതൃത്വത്തിന് എടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ശക്തമായ വിമർശനം പിണറായി വിജയൻ ഉന്നയിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മോദിക്കെതിരായിട്ട്, BJPക്കെതിരായിട്ട്, NDAക്കെതിരായിട്ട് ഇടതുപക്ഷത്തിനൊരു നിലപാടില്ല എന്നോ അല്ലെങ്കിൽ അവരോടുള്ള വിമർശനം ഇടതുപക്ഷം മറച്ചു വെക്കുകയാണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനൊരു വിലയിരുത്തൽ അസാധ്യമാണ്. കേരളത്തിലെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും BJPയെ പ്രതിരോധിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് CPM ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കോ CPI ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കോ തീരുമാനമെടുത്ത് അവരുടെ സഖാക്കൾ അല്ലെങ്കിൽ അവരുടെ കേഡർമാർ പോയി ക്രോസ് വോട്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികൾ പല മണ്ഡലങ്ങളിലും, ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ 2014
അതിശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ കാഴ്ചവെച്ചത്. 10,000 വോട്ടിനാണ് അന്ന് ശശി തരൂർ ജയിക്കുന്നത്. അവിടെ വളരെ പിന്നിലായിരുന്നു CPIയുടെ സ്ഥാനാർത്ഥി. അന്ന് ഇടതുപക്ഷ അനുഭാവികൾക്കറിയാം അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ സ്വാഭാവികമായും വിജയിച്ചു വരിക രാജഗോപാലായിരിക്കും എന്നറിയാം. ആ രീതിയിൽ അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് CPM കേഡർമാരോ CPI കേഡർമാരോ അല്ല ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നന്നായി വിലയിരുത്തുന്ന ഇടതുപക്ഷ അനുഭാവികൾ പല മണ്ഡലങ്ങളിലും അത്തരത്തിൽ ക്രോസ് വോട്ടിംഗ് ചെയ്ത് BJPയെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പം കാസർഗോഡ് മഞ്ചേശ്വരം നമുക്കറിയാവുന്നതാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എപ്പോഴും ജയിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ CPMൻ്റെ അനുഭാവികൾ CPIയുടെ അനുഭാവികളൊക്കെ ഈ BJPയെ വളർന്നു വരുന്നത് തടയാൻ, അല്ലെങ്കിൽ BJP ജയിച്ചു വരുന്നത് തടയാനായിട്ട് ക്രോസ് വോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ അതിശക്തമായി BJP കടന്നു വരുന്നതിനെ തടയാൻ കേരളത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അതായത് സ്വന്തം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് മറക്കാൻ പറ്റുമോ? നേമത്ത് എന്താ സംഭവിച്ചത്? നേമത്ത് സംഭവിച്ചത് അന്ന് ഏറ്റവും മോശപ്പെട്ട സ്ഥാനാർത്ഥിയെ സുരേന്ദ്രൻപിള്ള അവിടെ മത്സരിച്ചത്. ആ സുരേന്ദ്രൻപിള്ളയാണ് UDF ഇറക്കിയത്. എന്താ സംഭവിച്ചത്? 67,000 വോട്ടാണ് അന്ന് രാജഗോപാൽ പിടിച്ചത്. 59,000 വോട്ടാണ് അന്ന് ശിവൻകുട്ടി പിടിച്ചത്. എത്ര വോട്ടാണെന്ന് UDF സ്ഥാനാർത്ഥി കിട്ടിയത്? 13,860 വോട്ട്. അക്കം നമ്മൾ മറക്കില്ല. കാരണം അത്ര മോശം പ്രകടനമാണ് UDF അവിടെ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് നേമത്ത് രാജഗോപാൽ ജയിച്ചു വന്നത്. 2021 അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ വടകരയിൽ നിന്ന് K മുരളീധരൻ നേമത്ത് പോയി മത്സരിക്കുകയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തിന് മോഡിയോടും NDAയോടും BJPയോടുമുള്ള വിമർശനങ്ങളിൽ അവരേതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അതിശക്തമായി NDAയെ അല്ലെങ്കിൽ BJPയെ ഫൈറ്റ് ചെയ്തിട്ടുള്ള പാർട്ടി കൂടിയാണ് ഇടതുപക്ഷം. ഇപ്പം നോക്കൂ, ദേശീയ തലത്തിൽ എപ്പോഴൊക്കെ, ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ദേശീയ തലത്തിൽ എപ്പോഴൊക്കെ ഇടതുപക്ഷം ശക്തിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അത് 1977 സംഭവിച്ചിട്ടുണ്ട്, 96 സംഭവിച്ചിട്ടുണ്ട്, 2004 സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള CPM ആണ്. 2004 എന്താ സംഭവിച്ചത്? 2004 കോൺഗ്രസ് ഒറ്റക്കക്ഷിയായി വിജയിച്ചു വന്നപ്പോഴുണ്ടല്ലോ, ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 10 ജൻപത്തിൽ നിന്ന് സോണിയാഗാന്ധി അപ്പോൾ തന്നെ തൻ്റെ കാറിൽ ഇറങ്ങി ആദ്യം പോകുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ വീട്ടിലേക്കാണ്. ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നീട് സുർജിത്താണ് അവിടെ നിന്നുകൊണ്ട് UPA എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചത്. ആ അർത്ഥത്തിലൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ തലത്തിൽ ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം ഒരു അനിവാര്യതയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. BJPക്കെതിരായി പ്രത്യേകിച്ച് അവരുടെ BJP വിരോധത്തെയും BJPക്കെതിരായിട്ടുള്ള അവരുടെ നിലപാടിനെയും ആരും തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ അവരുണ്ടാക്കി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നിട്ട്, ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു ഈ 2024 എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. 2024 എന്ന് പറയുന്നത് 2019 പോലെയല്ല. 2019 ഇന്ത്യ എന്ന് പറഞ്ഞൊരു സഖ്യമൊന്നുമില്ല. 2024 പക്ഷേ അത്തരത്തിലൊരു സഖ്യമുണ്ട്. ആ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒന്നാമത് മത്സരിക്കാൻ വരരുതായിരുന്നു. ഇനി അഥവാ മത്സരിക്കാൻ വന്നാൽ തന്നെ രാഹുൽ ഗാന്ധി സ്വീകരിക്കേണ്ട ഒരു പോസ്റ്ററിംഗ് ഉണ്ട്. അത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്ററിംഗാണ്. ഇവിടെ വന്നിട്ട് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥി എന്ന ചുരുങ്ങിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും വിമർശിക്കാൻ രാഹുൽ ഗാന്ധി നിന്നുകൂടാ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് K സുധാകരൻ ചെയ്യുന്നുണ്ടല്ലോ, അത് K മുരളീധരൻ ചെയ്യുന്നുണ്ടല്ലോ, അത് VD സതീശനും രമേശ് ചെന്നിത്തലയും ചെയ്യുന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ മാത്രമല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ നമ്മൾ വളരെയധികം വിമർശിച്ച ഒരു പരിപാടിയാണല്ലോ കേരളത്തിലെ ഈ നടന്ന നവകേരള സദസ്സ് എന്ന് പറയുന്നത്. നവകേരള സദസ്സിൽ 2-3 മാസം മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് നടത്തിയ പ്രചാരണമാർക്കെതിരായിട്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടായിരുന്നു, അത് നരേന്ദ്രമോദിക്കെതിരായിട്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ പീഡിപ്പിക്കുന്നത്, സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു പല കാരണങ്ങളാൽ ആ വാർത്തയിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചെങ്കിൽ പോലും അടിസ്ഥാനപരമായി BJP സർക്കാരിനെതിരായിട്ടുള്ളൊരു പ്രചാരണമാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. ആ കാര്യം നമ്മൾ കാണാതെ പോകരുത്. ഗവർണറുമായി ബന്ധപ്പെട്ട് കേരളം കേസിന് പോയില്ലേ? അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഫൈറ്റല്ലേ, ഒരു ലീഗൽ ഫൈറ്റല്ലേ നടത്തിയത്? അതേപോലെ ഫെഡറൽ സംവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സാമ്പത്തികമായ പരാധീനത സൃഷ്ടിക്കുന്നതിനെതിരായിട്ട് കേരളം സുപ്രീം കോടതിയിൽ പോയില്ലേ? അതൊരു വലിയ ഫൈറ്റല്ലേ നടത്തിയത്? ആ അർത്ഥത്തിലൊക്കെ രാജ്യത്തെ ഈ വളർന്നു വരുന്ന ഹിന്ദുത്വ പുനരുത്ഥാന ശക്തികൾക്കെതിരായി വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുള്ള, എക്കാലവും നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ്. അവർക്ക് കേരളത്തിൽ കോൺഗ്രസിനെയാണ് നേരിടേണ്ടി വരുന്നത്. ആ കോൺഗ്രസിനെ നേരിടേണ്ടി വരുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാന മുഖമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും. ആ കാര്യം അതൊരു ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്, അതവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നവും കൂടിയാണ്. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും വിമർശിക്കാൻ പോകുന്നത്. അത് പിണറായി വിജയൻ മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ആളുകളെല്ലാം തന്നെ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും കോൺഗ്രസിൻ്റെ നയങ്ങളെയും എതിർത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫൈറ്റ് ചെയ്യുക. കാരണം അത് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിലില്ല.
അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെതിരായിട്ട് ആ ശത്രു കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ഇടതുപക്ഷം സംശയിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു ആരാന്നേ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ്. കേരളത്തിലെ ഓരോ കോൺഗ്രസ് നേതാക്കളും നിരന്തരം പിണറായി വിജയനെതിരായിട്ടും CPM-നെതിരായിട്ടും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ നാണയത്തിൽ തന്നെയാണ് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വവും അവരുടെ പ്രതികരണങ്ങൾ വരിക. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കാനാണ് സാധ്യത. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, പിണറായി വിജയനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നാണ് എൻ്റെ നിലപാട്. ശരി, മോദിയെ വിട്ട് രാഹുലിനെതിരെയോ എന്നുള്ള ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. ചോദ്യത്തിന് രാഹുലിനെതിരെ അല്പം കൂടുതലായി ഇപ്പോൾ പിണറായി വിജയൻ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിണറായി വിജയൻ നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക, കൂടുതൽ MP-മാരെ പാർലമെന്റിലേക്ക് അയക്കുക എന്നൊരു ലക്ഷ്യം മുന്നിലുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ പ്രധാന എതിരാളി ഇവിടെ BJP അല്ല എതിരാളി എന്നുള്ളതുകൊണ്ട് രാഹുലിനെതിരെ കോൺഗ്രസിനെതിരെയുള്ള വിമർശനം അതിശക്തമായി ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത്. അതേസമയം മോദിക്കെതിരെയോ BJP-ക്കെതിരെയോ വിമർശിക്കാതിരിക്കുന്നില്ല CPM. അതേസമയം മോദി എന്ന പേര് ഉച്ചരിച്ചു, അതാണ് കോൺഗ്രസ് ആവർത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദി എന്ന പേര് ഉപയോഗിക്കുന്നില്ല. എപ്പോഴും BJP എന്ന് പറയുന്നു, BJP-യുടെ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ മോദി എന്ന പേര് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഐക്യപ്പെടലുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ചില പക്വതക്കുറവുകളുണ്ട്. ചില പ്രതികരണങ്ങളിൽ 24 മണിക്കൂറും ഞാൻ മോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു, 24 മണിക്കൂറും എനിക്കെതിരെ പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുന്നു. ഈ രാഹുൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയിരിക്കുന്ന പ്രചാരണങ്ങളിലൊന്നും തന്നെ ഇവിടുത്തെ CPM നേതൃത്വത്തെ തൊട്ടിരുന്നില്ല. മോദിക്കെതിരായ വിമർശനങ്ങൾ തന്നെയായിരുന്നു സകല സ്ഥലത്തെ പ്രസംഗങ്ങളിലും പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, നേരത്തെ എൻ്റെ ചർച്ചയിൽ ചിലർ ഉന്നയിക്കേണ്ടായി, CPM പ്രതിനിധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് ചിലരുടെ ഉപദേശമായിരിക്കാം എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിൽ പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടാകും. പിണറായി വിജയനെതിരെയും പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് പ്രകാരമായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു വിമർശനത്തിലേക്ക് അദ്ദേഹം വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. വയനാട്ടിൽ പോലും പറയാത്ത കാര്യമാണ് അദ്ദേഹം കണ്ണൂരിലെത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിശക്തമായ വിമർശനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോഴും പറയുന്നത്, എന്തുകൊണ്ട് ED അറസ്റ്റ് ചെയ്യുന്നില്ല? BJP-യെ വിമർശിക്കുന്ന 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയിരിക്കുന്നു. അപ്പോൾ വിമർശിക്കുന്നവരെല്ലാവരും ജയിലിൽ പോകണമെന്നാണോ? ഇന്ത്യ മുന്നണിയിലെ അതിശക്തരായ മോദി വിമർശകർ ജയിലിൽ പോകണമെന്നാണോ രാഹുൽ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അങ്ങനെ വ്യാഖ്യാനത്തിന് സാധ്യത തെളിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതൊരു പക്വതക്കുറവായി വേണം കാണാൻ. ഇവിടെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളി എന്നുള്ള കാര്യം യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും ചില വിഷയങ്ങളിൽ CPM എടുക്കുന്ന നിലപാട് ദേശീയ തലത്തിൽ ഏത് രൂപത്തിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള വിഷയം കൂടി നിൽക്കുന്നു. CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പിന്തുണ ദേശീയ തലത്തിൽ ആവശ്യമുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്ന പോലെ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ആ സഖ്യമുണ്ട്. ബാക്കി രാജസ്ഥാനിലും കോൺഗ്രസിനെ പിന്തുണ വേണ്ടതുണ്ട് ജയിക്കാൻ. 4 സംസ്ഥാനങ്ങളിലെങ്കിലും വിജയിച്ചാൽ മാത്രമേ ആ ദേശീയ പദവി നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യം നിൽക്കുന്നു. കഴിഞ്ഞ കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസിലെടുത്ത നിലപാട് പ്രാദേശിക പാർട്ടികളുമായിട്ടുള്ള സഖ്യമാകാം, അതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയില്ലാത്തൊരു സാഹചര്യം CPM-നെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം അവർ പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ ഒരു സാധ്യത അവർ പരിശോധിച്ചിരുന്നു. കർണാടകയിൽ ആ തരത്തിൽ പരിശോധിച്ചത് ജനതാദൾ എസുമായിട്ടുള്ള സഖ്യമാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അത് നടന്നില്ലല്ലോ, അവർ BJP-യിലേക്ക് പോയി. തെലങ്കാനയിൽ TRS ആണെങ്കിൽ ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലേക്ക് നിതീഷ് വരട്ടെ എന്നൊരു ആഗ്രഹം CPM-നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും BJP-ക്ക് പിന്തുണയുമായി അങ്ങോട്ട് പോയി. അപ്പോൾ എന്താണോ CPM പാർട്ടി കോൺഗ്രസിൽ അവർ ഉന്നയിച്ചത്, എടുത്ത നിലപാട്, ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥ CPM-നെ സംബന്ധിച്ചുമുണ്ട്. അതേസമയം കേരളത്തിൽ കോൺഗ്രസ് ആണ് മുഖ്യ എതിരാളി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ, എന്തിന് NDA-ക്ക് കെട്ടിവെച്ച കാശ് കിട്ടാത്ത വയനാട്ടിൽ വന്ന് രാഹുൽ മത്സരിക്കണമെന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ജയിക്കാൻ സാധ്യതയാണ് പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നതെങ്കിൽ കർണാടകയിൽ സാധ്യതയുണ്ടല്ലോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വിജയസാധ്യതയുള്ള മറ്റ് മണ്ഡലങ്ങളിൽ നോക്കാതെ എന്തുകൊണ്ട് വയനാട്ടിലേക്ക് വരുന്നു എന്ന ചോദ്യം അവിടെ വരുമ്പോൾ, ഇന്ത്യ മുന്നണിയിലെ 2 പ്രധാനപ്പെട്ട കക്ഷികൾ, പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആരാരെ പ്രതിരോധത്തിലാക്കുന്നു മുന്നണിയിൽ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുലിനെതിരെ തന്നെ തിരിയാമെന്നൊരു ആലോചനയിലേക്ക് CPM എത്തുന്നത്. ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ 7 ദിവസമാണ്, ഇതിപ്പോൾ 8ാമത്തെ ദിവസം, 7 ദിവസമേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച എന്നുള്ളത് ഇവിടെ
പ്രധാന രണ്ട് കക്ഷികൾ തമ്മിലുള്ള പോരായി മാറും. അതിനെ ദേശീയ തലത്തിൽ പരിഹസിക്കുന്ന രൂപത്തിലേക്ക് മോദി കൊണ്ടുപോകുന്നുണ്ട്, BJP നേതൃത്വം കൊണ്ടുപോകുന്നുണ്ട്, ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ ആ രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതാണ് വിലപ്പോവുക എന്നുള്ളത്. ഈ തരത്തിൽ വോട്ട് പിടിക്കുക, ആരാണ് യഥാർത്ഥത്തിൽ മോദിയെ വിമർശിക്കുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ BJP നയങ്ങളെ വിമർശിക്കുന്നത് എന്ന രൂപത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് ഞങ്ങളാണ് എന്ന് പറയുന്ന വാദം തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ മോദിയെ വിട്ട തൽക്കാലം ഇപ്പോൾ രാഹുലിനെതിരെ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജിയ, രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ മത്സരിക്കാമല്ലോ. കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളല്ല. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേരളത്തിൽ മത്സരിക്കുന്ന CPIM-ന്റെ നേതാവാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും പോയി പ്രചാരണം നടത്താൻ പിണറായി വിജയൻ ഇറങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ അവിടെ BJP-യെ വിമർശിക്കുന്നുണ്ട്, നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെ ഇങ്ങനെ രാമനാമം ഉരുവിടുന്നത് പോലെ നരേന്ദ്രമോദി എന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് രാഹുലിനെ എങ്ങനെ ശഠിക്കാനാകും? രാഹുൽ ഗാന്ധി പറയുന്നത് പോലെയാണോ പിണറായി വിജയൻ പ്രചാരണം നടത്തേണ്ടത്? ഇവിടെ മോദിയെ വിട്ട് രാഹുലിനെതിരെയോ എന്നല്ല, കേരളത്തിൽ പിണറായി വിജയന് എതിർക്കേണ്ടത് UDF-നെയാണ്. UDF-ന്റെ 20 സ്ഥാനാർത്ഥികളെയും പിണറായി വിജയൻ വിമർശിക്കും. അതുപോലെ തന്നെ 20 സ്ഥാനാർത്ഥികൾക്കെതിരെയും പ്രചാരണം നടത്തും. അത് ഇടതുപക്ഷം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയം എന്താണെന്ന് അറിയണം. അത് രാഹുൽ ഗാന്ധി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന്. പക്വതക്കുറവ് എന്നൊക്കെയാണ് ഇവിടെ സ്മൃതി മാഡം ആയാലും ഉണ്ണിസാർ ആയാലും ഒക്കെ പറഞ്ഞത്. അതൊരു അമച്വർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം അറിയില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ കെട്ടിയിറക്കിയ ആളുകളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകും. പിണറായി വിജയൻ ഏതായാലും അങ്ങനെയല്ല എന്നുള്ളത് കേരളത്തിലെ ആളുകൾക്കറിയാം. പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ ആണ് ഇക്കാര്യത്തിൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കണ്ണൂരിലെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ജയിലിലാക്കുന്നത് എപ്പോഴാണ്? ഒരാൾ കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തി അയാളെ ആ കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ജയിലിലേക്ക് എത്തേണ്ടത്. അല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് ദാ പിണറായി വിജയനെ ജയിലിലേക്കാക്കൂ ED എന്ന് പറയുകയല്ലോ. പിണറായി വിജയനെതിരെ ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി അങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുത്തു. അതുകൊണ്ട് ഇത് ചെറിയ കുട്ടികൾ പറയുന്നത് പോലെയാണ്. മോശമായി പോയി രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നത്. താങ്കൾ ഒന്നുമില്ലെങ്കിലും 50 വയസ്സ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവല്ലേ? അതിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും രാഷ്ട്രീയ പക്വതയും അല്പമെങ്കിലും രാഷ്ട്രീയ ബോധ്യവും ഒക്കെ അങ്ങേക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. എന്തായാലും നിർഭാഗ്യവശാൽ അതൊന്നും രാഹുൽ ഗാന്ധിക്ക് എന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്ത ദിവസമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കണ്ണൂർ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. ഒരാൾ BJP ആക്രമിച്ചാൽ 24 മണിക്കൂറിനകം തിരിച്ചാക്രമിക്കുന്നതാണ് അവരുടെ ശൈലി. ശരിയാണ്, BJP തിരിച്ച് ആക്രമിക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നു, പിണറായി വിജയനെ ആക്രമിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാതി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒന്നും പറയാൻ പാടില്ല, എന്നെ പറഞ്ഞാൽ ഞാൻ കരയും. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ലൈൻ. അതായത് എന്നെ ഒന്നും പറയാൻ പാടില്ല, അല്ല എന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെയും പറയണം. ഇതാണ് രാഹുലിന്റെ ഒരു ലൈൻ. ഈ ലൈൻ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇവിടെയാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞ ആ അവധി എടുക്കാറായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക്. ആ അവധി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ എടുക്കുകയും ചെയ്യാം. കോൺഗ്രസിന്റെ കട രാഹുൽ ഗാന്ധി ഇങ്ങനെ തുറന്നു വെച്ച്, രാഹുൽ ഗാന്ധിയാണ് കച്ചവടക്കാരനെങ്കിൽ ആ കട പൂട്ടുമെന്നുള്ളത് ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. നരേന്ദ്രമോദി മറുഭാഗത്ത് പറയുന്നത് എന്താണ്? എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുണ്ട്, ഇതുവരെ നിങ്ങൾ കണ്ടതിനപ്പുറത്തേക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടി കേൾക്കണം. രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്നത്, ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ BJP-യെയും RSS-നെയും എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നതാണ് എൻ്റെ ചിന്ത. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആ ഒരു കുനിഷ്ഠ ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാം, അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ ബ്ലോക്കിന് ഒന്നിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഇന്ത്യ ബ്ലോക്കിന്റെ കൂട്ടായി നിൽക്കേണ്ട പിണറായി വിജയനെ ജയിലിലടയ്ക്കണം. ആവശ്യം നമ്പർ 1. കൊള്ളാം, നന്നായിട്ടുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെ ദില്ലിയിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കി കഴിഞ്ഞാൽ ഉടനെ കേന്ദ്ര ഏജൻസിയും ED-യും ഒക്കെ മോശമാണ്. പക്ഷേ അതേ ED കേരളത്തിൽ പിണറായി വിജയനെ ജയിലിലാക്കണം. എന്തൊരു ഇരട്ടത്താപ്പാണ് ഇത് പറയുന്ന രാഹുൽ ഗാന്ധി. കൃത്യമായി കാര്യങ്ങളൊന്നും ആലോചിക്കാതെയാണോ, ഒരു ബോധവും ഇല്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണോ എന്നൊക്കെ തോന്നിപ്പോകും ഇന്നത്തെ കണ്ണൂർ പ്രസംഗം കണ്ടു കഴിഞ്ഞാൽ. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയ സംസ്ഥാനം കേരളമാകുന്നതും അവിടെ ആ ഫൈറ്റ് അവർ തുടരുകയും ചെയ്യുന്നതും. അപ്പോൾ അതൊക്കെ വലിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്, രാഹുൽ ഗാന്ധിയുടെ കണ്ടുപിടുത്തമാണ്. 2 മുഖ്യമന്ത്രിമാർ ജയിലിലായതുകൊണ്ട് പിണറായിയെ
ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്ന വാദം എന്തായാലും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അത് നിലനിൽക്കില്ല. കേരള മുഖ്യമന്ത്രി 24 മണിക്കൂറും ആക്രമിക്കുന്നു. അത് കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, ആക്രമിക്കും. പ്രചാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ ആരുടെയും ആക്രമണം ഏൽക്കാതെ ഒരു പട്ടുതൂവാലയിൽ പൊതിഞ്ഞ് MP സ്ഥാനം കിട്ടുകയൊന്നുമില്ല. ആ സ്ഥാനത്തിരുന്ന് അല്ലെങ്കിൽ അതിനായി മത്സരിക്കുമ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത് രാഹുൽ ഗാന്ധി ആയാലും നേരിടണം, മറ്റേത് സ്ഥാനാർത്ഥിയായാലും നേരിടണം. അല്ലാതെ എന്നെ മാത്രം ഒന്നും പറഞ്ഞുകൂടാ, പറഞ്ഞാൽ ഞാൻ കരയും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ ലീഗിന്റെയോ പതാക, അതാണല്ലോ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി ഇപ്പോൾ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അത് ശരിയല്ലേ? സ്വന്തം പതാക പോലും ഉയർത്തിപ്പിടിക്കാതെ സ്വന്തം മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്ന രാജ്യത്തെ ഏക സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരിക്കും. മറ്റെല്ലായിടത്തും പ്രചാരണം നടക്കുമ്പോൾ അതാത് പാർട്ടികളുടെ കൊടികൾ അല്ലെങ്കിൽ അതാത് പാർട്ടികൾ സഖ്യകക്ഷികൾ അവരുടെയൊക്കെ കൊടികൾ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ, നിങ്ങൾക്ക് മറിച്ച് പറയാനുണ്ടെങ്കിൽ തിരുത്താം, എൻ്റെ ശ്രദ്ധയിൽ എന്തായാലും ഈ 543 മണ്ഡലത്തിൽ വയനാട് മണ്ഡലത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം ഞാൻ കാണുന്നത്. അപ്പോൾ ഘടകകക്ഷിയുടെ പതാകയില്ല, കോൺഗ്രസിന്റെ പതാകയില്ല, ത്രിവർണ്ണ തൊപ്പികളൊക്കെ കണ്ടു. അപ്പോൾ അതിനുള്ള ധൈര്യം കാണിക്കാത്ത രാഹുൽ ഗാന്ധി ഇന്ന് വന്നിട്ട് പറയുകയാണ്, നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഞാനാണ്, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിമർശിക്കാൻ, ആരും പിണറായി വിജയന് പേടിയാണ്. പിണറായി വിജയന്റെ പാർട്ടിയുടെ കൊടിയും അതുപോലെ തന്നെ INL പച്ചക്കൊടിയും ഒക്കെ പിടിച്ചു തന്നെയാണ്. ബൃന്ദാക്കാരായിട്ട് വന്നപ്പോഴും ആ 2 കൊടിയും ഒന്നിച്ച് ഉയർത്തി പിടിച്ചതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ ആർക്കാണ് ധൈര്യം? ഏത് പാർട്ടിക്കാണ് ധൈര്യം? സ്വന്തം മണ്ഡലത്തിൽ പോലും അത് ചെയ്യാൻ കഴിവില്ലാത്ത രാഹുൽ ഗാന്ധി വന്നിട്ട് പിണറായി വിജയനെ അങ്ങ് വിമർശിച്ചിട്ട് പോവുകയാണ്. പിന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 24 മണിക്കൂർ ഞാനാണ് BJPയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഒരു ശല്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, ശല്യമാണ്. അത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചത് എന്തായാലും നന്നായി എന്നുള്ളതാണ്. ഇനി രാഹുൽ ഗാന്ധി പറയുന്ന ആർഗ്യുമെന്റ്, അത് അദ്ദേഹത്തിന് തന്നെ തൊട്ടുമുന്നിൽ നടന്നത് അദ്ദേഹം കാണാതെ പോയത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ ഒരു സമരം നടന്നായിരുന്നു. കേരളമാണ് ആ സമരത്തിന് മുൻകൈ എടുത്തത്. ഡൽഹി ചലോ എന്നായിരുന്നു ആ സമരത്തിന്റെ പേര്. അതിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയൊക്കെ വന്നിരുന്നു. കേരളം ആ സമരം നടത്തിയത് ഫെഡറലിസം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധി വിമർശിച്ച ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഡൽഹിയിൽ നടന്നതായതുകൊണ്ടായിരിക്കും അദ്ദേഹം ഡൽഹിയിൽ ഇരുന്നതൊന്നും കാണാതെ പോയത്. ഇവിടെ കേരളത്തിൽ വന്ന് വയനാട് മണ്ഡലത്തിലേക്ക് വരാറില്ല. അതുകൊണ്ട് കേരളത്തിലെ സമരങ്ങളും പൗരത്വ നിയമത്തിലടക്കം നടന്ന പ്രതിഷേധങ്ങളും ഏക സിവിൽ കോഡ് വിഷയത്തിൽ നടന്ന പ്രതിഷേധങ്ങളും ഒന്നും രാഹുൽ ഗാന്ധി കാണാത്തതായിരിക്കും. പക്ഷേ ഡൽഹിയിൽ നടന്ന, ഫെബ്രുവരിയിൽ നടന്ന ഈ ഡൽഹി ചലോയെങ്കിലും പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഒന്ന് കാണേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ബാലിശമായ ഒരു ആരോപണം ഉന്നയിക്കുമായിരുന്നില്ല. അന്ന് അവിടെ സീതാറാം യെച്ചൂരി, D രാജ, അവർക്കൊപ്പം തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഉണ്ടായിരുന്നു. ഇതേ ഇന്ത്യ ബ്ലോക്കിന്റെ രാഹുൽ ഗാന്ധിയുടെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷിയുടെ മന്ത്രിയാണ് പളനിവേൽ ത്യാഗരാജൻ. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് എംപിമാരെ ഒന്നും കണ്ടില്ല. കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നിന്ന് അപ്പോൾ ഡൽഹിയിൽ ക്രെഡിറ്റ് പിണറായി എടുക്കുമെന്ന് വെച്ച് ഒളിച്ചോടിയതാരാ? അത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ എംപിമാരാണ്. അപ്പോൾ ആ എംപിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. കേരളത്തിന്റെ സമരത്തിന് എന്താ വയനാട് MP പോകാതിരുന്നത്? കേരളത്തിന് വേണ്ടി എന്താണ് പോയി സംസാരിച്ചിട്ടുള്ളത്? വയനാട്ടിലെ വന്യജീവി പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രകടന പത്രികയിൽ ഒരു വാചകം എങ്കിലും ഉണ്ടോ രാഹുൽ ഗാന്ധിക്ക്? ഇതൊന്നുമില്ലാതെ പിണറായി വിജയൻ മോശം എന്നിങ്ങനെ പാനിക് അറ്റാക്ക് വന്നതുപോലെ ജപിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരെ പറയുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. മോദിയെ വിട്ട് രാഹുലിനെതിരെ നീങ്ങുകയാണോ പിണറായി വിജയൻ എന്നുള്ളത്. പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിണറായി വിജയനെ എൻഡോഴ്സ് ചെയ്യുന്ന, പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി മാത്രമാണ് സിംഗിൾ എയിം എന്ന രീതിയിലൊന്നും പിണറായി വിജയൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡ്. ശരി, നമുക്ക് ചർച്ച ഒന്നുകൂടി തുടരേണ്ടതുണ്ട്. ഈ പതാകയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചേക്ക് രാഹുലിന്റെ പ്രസംഗം, അതിനുശേഷം പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഇതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോഴും CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ലീഗ് എന്തുകൊണ്ട് പതാക ഉപയോഗിച്ചില്ല, ലീഗിന്റെ പതാക പ്രചാരണത്തിൽ ഉപയോഗിച്ചില്ല, ലീഗിന്റെ പതാക ഉപയോഗിക്കാത്തതുകൊണ്ട് കോൺഗ്രസിന്റെ പതാകയും വേണ്ടെന്ന് അവർ വയ്ക്കുന്നു. അപ്പോൾ പതാകയില്ലാത്ത പ്രചാരണം, അപ്പോൾ അതിനുള്ള ധൈര്യം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമില്ല. ഇതാണ് CPM ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യം അപ്പുറത്ത് BJPയും ഏറ്റെടുക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പതാകയുമായി പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. നേരത്തെ പതാകയുമായി പോയ ഘട്ടത്തിൽ ആ പതാക പാകിസ്ഥാന്റെ പതാകയാണെന്ന രൂപത്തിൽ ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മുൻനിർത്തിയാണ് അത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ BJPക്ക് ആയുധം ഇട്ടുകൊടുക്കുന്ന ഒരു സമീപനം ഇക്കാര്യത്തിൽ CPM എടുക്കുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇല്ല, ഞാൻ ഇതിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയമായി ശരിയല്ല. എന്നാൽ രാഹുൽ ഗാന്ധി പക്വതയില്ലാത്തൊരു നേതാവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ അങ്ങനെ കരുതുന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 10 വർഷവും ഏറ്റവും പ്രധാനമായും ആക്രമിക്കപ്പെട്ട ഇന്ത്യയിലെ നേതാവെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും BJP നേതൃത്വവും എക്കാലവും അവരുടെ എതിർപ്പുകളും അവരുടെ ആക്രമണങ്ങളും എല്ലാം മുനകൂർപ്പിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കി.
രാഹുൽ ഗാന്ധിയെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി. രാഹുൽ ഗാന്ധിയെ പലതരത്തിലുള്ള കേസുകളിൽ കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പം നാഷണൽ ഹെറാൾഡിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ദിവസങ്ങളോളം ചോദ്യം ചെയ്തു. എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി അകത്തു പോകുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കണ്ടു കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പാർലമെൻറ്റിലും അതുപോലെ തന്നെ രാജ്യത്തെമ്പാടും നരേന്ദ്രമോദിക്കെതിരായിട്ടും BJPക്കെതിരായിട്ടും നിരന്തരം സംസാരിച്ചിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണത് എല്ലാ സമയവും. എന്തോ പിന്നെന്തിനാ ഈ ക്രൈ ബേബി ആയിട്ട് ഇവിടെ വന്ന് ഇല്ല, കണ്ണൂർ എനിക്കങ്ങനെ തോന്നിയില്ല. രാഹുൽ ഗാന്ധി കണ്ണൂരിൽ സംസാരിച്ച കാര്യം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സാധാരണ സ്ഥാനാർത്ഥിയായി ചുരുങ്ങിക്കൂടാ. രാഹുൽ ഗാന്ധിയെ ദേശീയ രാഷ്ട്രീയവും പ്രത്യേകിച്ച് ഇടതുപക്ഷം പോലും രാഹുൽ ഗാന്ധിയെ ഈ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുമായി സഖ്യം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ഇടതുപക്ഷം. ഒരു സംശയമില്ലല്ലോ. അത് ബംഗാളിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ആ സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണെന്നുള്ള അഭിപ്രായമൊന്നും ഇടതുപക്ഷത്തിനില്ല. എന്നാൽ കേരളത്തിൽ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെയാണ് പിണറായിയുടെ പാർട്ടിക്ക് എതിർക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പരസ്പരമാണ് പോരടിക്കുക, അവർ പരസ്പരമാണ് വെല്ലുവിളിക്കുക. ഇവിടെ BJPയെ അങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഈ 20 മണ്ഡലങ്ങളിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ലെന്നേ. അതുകൊണ്ട് BJPക്കെതിരായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് 24 മണിക്കൂറും പ്രസംഗിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇല്ല. അതേസമയം രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന UDFും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDFും തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ അവർക്ക് പരസ്പരം ശത്രുതയോടുകൂടി തന്നെ പ്രചാരണം നടത്തേണ്ടി വരും. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊക്കെ സംഭവിക്കും. എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്ററിങ് എപ്പോഴും ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് BJPക്കെതിരായിട്ട് നിരന്തരം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിലുള്ള സംശയമില്ല. ഇപ്പോൾ നോക്കൂ, ഭാരത് ജോഡോ പോലെ ഒരു വലിയ രാഷ്ട്രീയ ജാഥ നടത്തി ഇന്ത്യയിലെമ്പാടും സഞ്ചരിക്കുകയും മണിപ്പൂർ പോലുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് പോയി ഇടപെടുകയും അത്തരം വിഷയങ്ങൾ പാർലമെൻറ്റിൽ അതിശക്തമായി ഉന്നയിക്കുകയും അദാനി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തീവെട്ടിക്കൊള്ളയെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അത്തരം രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുള്ള വളരെ പക്വമതിയായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയം വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. അക്കാര്യത്തിൽ ഒരു സംശയവും ഇടതുപക്ഷത്തിനുമില്ല, കോൺഗ്രസിനുമില്ല, മതേതരവാദികളായ ഒരു ഇന്ത്യക്കാരനുമില്ല. ഇവിടുത്തെ പ്രശ്നം ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകുന്നത് രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് ഇവിടെ വന്നിട്ട് പിണറായി വിജയനെതിരായിട്ടും ഒന്നും സംസാരിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ നേരിടാവുന്നതേ ഉള്ളൂ കേരളത്തിലെ LDFനെ എന്ന് മാത്രമല്ല വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈസി വിക്ടറിയാണ്. ഒരു കാരണവശാലും ഒരു പ്രതിസന്ധിയില്ലാത്തൊരു മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലും UDFന് വലിയ മേൽക്കൈയുണ്ട് എന്ന് വലിയ സർവേ റിപ്പോർട്ടുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഈ രീതിയിലുള്ളൊരു പോസ്റ്ററിങ് നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ലീഗിൻ്റെ പതാക, ദേശീയ പതാക, കോൺഗ്രസിൻ്റെ പതാക, ഇത് ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ അപകടകരമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ വിഷമിക്കണ്ടേ? അവിടെയാണല്ലോ പ്രശ്നം. അത് പറ്റും. രാഹുൽ ഗാന്ധിക്ക് പ്രശ്നം അതാണ്. കാരണം എന്താണ്, ഈ എല്ലാ നിമിഷവും തെറ്റായ വാർത്തകൾ, ഫേക്ക് ന്യൂസ് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന മെക്കാനിസവും മെഷീനറിയും രാജ്യത്തെമ്പാടും പ്രവർത്തനക്ഷമമായിരിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ തീക്കൊള്ളി കൊണ്ട് അടികൊണ്ട പൂച്ചയ്ക്ക് മിന്നാമിനിങ്ങനെ കണ്ടാലും പേടി വരുന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. തീക്കൊള്ളി കൊണ്ട് അടികൊണ്ടു. അപ്പോൾ മിന്നാമിനെ കാണുമ്പോഴും പേടിക്കുമെന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഈ പതാക എടുത്തു വെച്ചിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാൻ്റെയും പതാക ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലോ, ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ മഹാരാഷ്ട്രയിലെയോ ഛത്തീസ്ഗഡിലെയോ ഒരു സാധാരണ ഗ്രാമീണനെ സംബന്ധിച്ചിടത്തോളം അവനിതൊന്നും മനസ്സിലാവില്ല. അവന് മനസ്സിലാവാത്തിടത്തോളം കാലം എന്താ? ഒരൊറ്റ കാര്യം ഞാൻ പറയാം. 2019 വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർക്കാരായിട്ടാണല്ലോ നരേന്ദ്രമോദി 2014 മുതൽ 19 വരെ ഭരിച്ചിട്ട് 19 തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. എന്തിനായിരുന്നു പുൽവാമ സംഭവം? എന്തിനായിരുന്നു ബാലാക്കോട്ടിലെ ആക്രമണം? ആ ബാലാക്കോട്ടിലെ ആക്രമണത്തിന് ശേഷം എന്താണ് നരേന്ദ്രമോദി പോയിട്ട് പ്രസംഗിച്ചത്? നോക്കൂ, അവിടെ വീരമൃത്യു വരിച്ച ആ സൈനികർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. ആർക്ക് വോട്ട് ചെയ്യണം? നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം, BJPക്ക് വോട്ട് ചെയ്യണം. എന്താണ് വലിയ 5 വർഷത്തെ വലിയ നേട്ടങ്ങൾ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് പോയിട്ട് ഈ ബാലാക്കോട്ട് ഉണ്ടാക്കിയത്? അറിയാം നരേന്ദ്രമോദിക്ക്, അറിയാം BJPക്ക് ദേശീയ വികാരം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വികാരമാണ്. അങ്ങയുടെ വെർഷനാണ്. അല്ലല്ല, അത് സത്യപാൽ മലിക് പറഞ്ഞതാണ്. സത്യപാൽ മലിക് പറഞ്ഞതാണ്.
പുൽവാമ ഉണ്ടാക്കിയത് പുൽവാമയിൽ വലിയ വീഴ്ച എന്ന് പുൽവാമ മാത്രമല്ല. ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് അങ്ങയുടെ കോട്ടായിട്ടാണ് വരിക, അല്ലെങ്കിൽ സത്യപാൽ മാലിക്കിനെ കോട്ട് ചെയ്ത് വേണം അതെ അതെ, പറയാൻ. സത്യപാൽ മാലിക്കാണ്. ഞാനത് കോട്ട് ചെയ്യുന്നില്ല, ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണല്ലോ, ജനങ്ങളുടെ മുമ്പിലുള്ളതാണല്ലോ. പുൽവാമ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കൂ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്നും അജിത് ദോവൽ പറഞ്ഞതെന്നും അന്ന് അവിടെ ഗവർണറായിട്ടുള്ള സത്യപാൽ മല്ലിക് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ്. ഞാനതൊന്ന് കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും അല്ല, അതിപ്പോൾ പറയുന്നുണ്ടെന്ന് കുഴപ്പമൊന്നേ. അതൊക്കെ പച്ചയായ പരമാർത്ഥമായിട്ടും വലിയ കണ്ടസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിവാദ വിഷയമായിട്ട് നമുക്ക് മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ നിമിഷം വരെ സത്യപാൽ മല്ലിക്കിനെതിരായിട്ട് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ BJP? ഈ നിമിഷം വരെ നരേന്ദ്രമോദി അക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? എന്താ നടത്താത്ത? ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ? കാരണം വെച്ചാൽ പുൽവാമയിൽ സംഭവിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ അറിവോടുകൂടിയല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സത്യപാൽ മല്ലിക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ തെറ്റായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആ വലിയ പ്രചാരണം നടത്തിക്കൂടെ? സത്യപാൽ മലിക് തന്നെ പറഞ്ഞു എനിക്കെതിരെ ഒന്നും ചെയ്യില്ല. മാത്രമല്ലെന്നേ, നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് ആക്ഷേപം ഉന്നയിച്ചത്, BJPക്കെതിരായിട്ടല്ല. സത്യപാൽ മല്ലിക് ആക്ഷേപം ഉന്നയിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ മിണ്ടാതിരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറയുന്ന വലിയ പിന്നെ എന്താ പറയുക, ആ ദേശീയ വികാരം എന്താണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന നരേന്ദ്രമോദി അതിനെ ഉണർത്താനാണ് ബാലാക്കോട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനെയും കൂടി രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം സംഭവിച്ചാൽ അത് വലിയ അപകടം ചെയ്യും. നമ്മുടെ ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധം ഹിന്ദുത്വ പുനരുദ്ധാനവാദികൾക്കെതിരായിട്ട്, മതേതരത്വത്തിനെതിരായി നിൽക്കുന്ന ശക്തികൾക്കെതിരായിട്ട്, ഒരു ഭൂരിപക്ഷ മതവിശ്വാസത്തെ രാജ്യത്തിന് മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രതിരോധത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിക്ക് വന്നു പെട്ടുപോയിട്ടുള്ള ഒരു സവിശേഷ സാഹചര്യമാണത്. ആ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് കോൺഗ്രസ് അവിടെ ചെയ്യുന്നത്. പക്ഷേ അതിനെതിരെ CPM ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലാണെന്നേ ഫൈറ്റ്. അതുകൊണ്ട് തന്നെ CPM അതിൻ്റെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവരിത് ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കും. കോൺഗ്രസിനെ തന്നെയാണ് കേരളത്തിൽ CPM ഫൈറ്റ് ചെയ്യുന്നത്, BJP അല്ല. പക്ഷേ സെൻസിറ്റീവായ വിഷയങ്ങൾ എടുക്കാതിരിക്കാനുള്ള ഒരു പക്വത CPM ഇക്കാര്യത്തിൽ കാണിക്കേണ്ടതുണ്ട്. ഈ പതാക വിഷയം ഏറ്റെടുക്കുമ്പോൾ അപ്പുറത്ത് ആയുധം കിട്ടാത്തതിന്റെ ഖേദമാണ് അവിടെ നിന്ന് BJP കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പതാക ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ പതാക ഉപയോഗിച്ചപ്പോൾ അത് പാകിസ്ഥാന്റെ കൂടിയാണെന്ന് അവിടെ പറഞ്ഞവരാണ്. അപ്പോൾ ഇത്തവണ അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് സ്മൃതി ഇറാനി ഇവിടെ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പതാക ഇല്ലാത്തതെന്ന് ചോദിക്കുന്നത്. അതേ ചോദ്യം CPM ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ ഞാനാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി പക്വമല്ലാത്ത പ്രതികരണം നടത്തിയത്. ഞാൻ പറഞ്ഞതാണ് അതിൽ നിന്ന് ദുർവ്യാഖ്യാനം ചെയ്യാൻ എളുപ്പമാണ്. എന്തുകൊണ്ട് പിണറായി വിജയനിലേക്ക് ED എത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: BJPയെ അതിശക്തമായി വിമർശിക്കുന്നവർക്കെതിരെ ഒക്കെ കേസെടുക്കുകയും അറസ്റ്റിലിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരാത്തത് ആ രൂപത്തിലുള്ള വിമർശനം, ആത്മാർത്ഥതയോടുള്ള വിമർശനം ഇല്ലാത്തതുകൊണ്ട് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൽ നിന്ന് വലിയ അടർത്തി മാറ്റി മനസ്സിലാക്കാൻ എളുപ്പമാണ്, ആ രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ടാണ് അവിടെ പക്വതക്കുറവെന്ന് ഞാൻ പറഞ്ഞത്. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ മോദിക്കെതിരെ ഏറ്റവും അധികം വിമർശനം ഉന്നയിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ ചുറ്റുപാടും കേസുകളാണ്, ഓരോ സംസ്ഥാനങ്ങളിലായി കേസുകളാണ്. ഓരോ സ്ഥലത്തുനിന്നും ഓരോ സ്ഥലത്തേക്ക് പോയി കേസിനെ നേരിടേണ്ട സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മോദിക്കെതിരെ വിമർശിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല എന്നിവിടെ CPM പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ CPM-ഉം പറയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതിൽ തമ്മിൽ തർക്കിക്കാം. പക്ഷേ ചില വിഷയങ്ങൾ എടുക്കുമ്പോൾ ആ വിഷയം തൊടാമോ എന്നുള്ളതും ആ വിഷയം ആരെ സഹായിക്കുന്നു എന്നുള്ളതും ആലോചിക്കുന്നത് നന്നാകും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പതാക പോലുള്ള വിഷയങ്ങൾ. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകങ്ങളുടെ വെർബാറ്റ് നമ്മൾ പരിശോധിച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ വെർബാറ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുട്ടുവേദനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. സാർ നേരത്തെ സൂചിപ്പിച്ച ഭാരത് ജോഡോ യാത്ര, 2 യാത്ര കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടുവേദനയാണ് രാഹുൽ ഗാന്ധിക്ക്. പ്രായത്തിൻ്റെ ആയിരിക്കാം, 50 വയസ്സ് കഴിഞ്ഞതിൻ്റെ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് മുട്ടുവേദന എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ണൂരിൽ പ്രസംഗ ഭാഗത്തിൽ പറഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി കടക്കുന്നത് ഇപ്പോൾ മാഡം സൂചിപ്പിച്ച ഭാഗത്തേക്കാണ്. അതിൽ നിന്നൊന്നും അടർത്തിയെടുക്കേണ്ട കാര്യമില്ല. അതിന്റെ വെർബാറ്റും ഞാൻ വേണമെങ്കിൽ വായിക്കാം. BJP അല്ല മാഡം പറഞ്ഞ അതുപോലെ അടർത്തിയെടുത്തിട്ടൊന്നുമില്ല ആരും. BJP ഞാൻ പറയാൻ കാരണം എന്റെ ചർച്ചയിൽ BJP പ്രതിനിധി അടർത്തിയെടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതൊരു വ്യക്തി പറഞ്ഞതാകാം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഞാനൊന്ന് പറയുകയാണ്. BJPയെ എതിർക്കുന്ന എനിക്ക് സംഭവിക്കുന്ന ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം എടുത്തുകളയാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി നഷ്ടപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ED-യോ CBI-യോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. അവർക്ക് സംഭവിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം സംഭവിക്കാത്തത് എന്താണ്? ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്.
രാഹുൽ ഗാന്ധിയുടെ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ പിണറായി വിജയനെ ഇ.ഡി. വന്ന് അടുത്ത വരിയാം, ഞാൻ 24 മണിക്കൂറും BJP വിമർശിക്കുന്നയാളാണ്, അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി 24 മണിക്കൂറും എന്നെ വിമർശിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ആരോപണം. ഞാൻ പറഞ്ഞത് 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്, അതുകൊണ്ട് പിണറായി വിജയനും ജയിലിൽ പോയി കിടക്കണം. വിമർശനത്തിലെ ആത്മാർത്ഥതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അടർത്തിയെടുക്കേണ്ട കാര്യമില്ല, പറഞ്ഞ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ മറ്റ് 2 മുഖ്യമന്ത്രിമാർക്ക് സംഭവിച്ചത്. അവർ കുറ്റം ചെയ്തിട്ടാണ് ജയിലിൽ പോയി കിടക്കുന്നത്. പിണറായി വിജയൻ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടാൽ പിണറായി വിജയനും ജയിലിൽ പോകേണ്ടി വരും. അത് കുറ്റം ചെയ്തുവെന്ന് ആദ്യം തെളിയിക്കപ്പെടണം, അറസ്റ്റിലേക്കും മറ്റ് നടപടികളിലേക്കും പോകണം. അതൊന്നും ഈ നിമിഷം വരെ സംഭവിക്കാത്തിടത്തോളം ഉടനെ എടുത്ത് നിങ്ങൾ ഇടാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇത് എന്തു പറ്റിയെന്നുള്ളതാണ് എന്റെ ചോദ്യം. ചെയ്തു എന്നുള്ളത് സുജിയുടെ വ്യാഖ്യാനമാണ്. കുറ്റം ചെയ്തവരെല്ലാം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രിമാരെയുമാണല്ലോ ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നത്. അല്ലാതെ BJPയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് കുറ്റം ചെയ്യുകയും അവർക്കെതിരെ ED അന്വേഷണം നടത്തുകയും കേസുണ്ടാവുകയൊക്കെ ചെയ്തിട്ടില്ല, സ്വത്ത് മരവിപ്പിക്കുക പോലും ചെയ്തിട്ടുള്ള നേതാക്കൾ പിന്നീട് BJPയിലേക്ക് വരുമ്പോൾ അവരുടെ കേസൊക്കെ ഇല്ലാതാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ മറിച്ച് ഒരു ഉദാഹരണം പോലും കാണുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനെ എന്താണ് സർക്കാർ PMLA ആക്ടിൽ എങ്ങനെയാണ് PMLA ആക്ടിൽ എങ്ങനെയാണ് കേസ് പ്രവർത്തിക്കുക നമുക്കറിയാം. PMLA ആക്ട് പ്രകാരം ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുക എന്നറിയാം. കോടതിയെ സംബന്ധിച്ച് വിചാരണയുടെ ഘട്ടത്തിൽ മാത്രമേ അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. അത് അതിന്റെ ചട്ടമനുസരിച്ചാണ്. പക്ഷേ ഈ ചട്ടമനുസരിച്ച് ഈ രൂപത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന കേന്ദ്ര സർക്കാർ, അതിന് കൃത്യമായ അജണ്ടയുണ്ട്. അജണ്ട പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ പിണറായി വിജയനെ ഇതുപോലെ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ളത് BJP വ്യാഖ്യാനമാണ്. BJPയുടെ വ്യാഖ്യാനമാണ്. രാഹുൽ ഗാന്ധിയുടെ വാചകം ഇതാണ്. അല്ല, രാഹുൽ ഗാന്ധിയുടെ സൗണ്ട് ബൈറ്റ് ഞാനും കേട്ടല്ലോ സുജിയ. ആ സൗണ്ട് ബൈറ്റിൽ പറയുന്ന ഇതാണ്. ആ രൂപത്തിൽ BJPയെ ആത്മാർത്ഥമായി വിമർശിക്കുന്നെങ്കിൽ സ്വാഭാവികമായ നടപടിയുണ്ട്. ആ ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടേക്ക് വരാത്തത്. പിണറായി വിജയനെ ജയിലിലിടണം, അതാണ് രാഹുൽ ഗാന്ധിക്ക് ആവശ്യം. അത് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ CPIMന്റെ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന്റെ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ. അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ചത് പിണറായി വിജയനും സംഭവിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമാകൂ എന്നൊക്കെ പറയുന്നത് എന്തൊരു സാഡിസ്റ്റിക് മൈൻഡ് സെറ്റ് ആണ്. രാഹുൽ ഗാന്ധി ഇതാണോ കേരളത്തിൽ ഒന്ന് പറയേണ്ട പൊളിറ്റിക്സ്? കേരളത്തിൽ വന്നുകൊണ്ട് പറയാവുന്ന കേരളത്തിൽ വന്ന് പറയേണ്ട പൊളിറ്റിക്സ് എന്താണെന്ന് കോൺഗ്രസിനും അറിയാം, രാഹുൽ ഗാന്ധിക്കും അറിയാം. രാഹുൽ ഗാന്ധി ഇതുവരെയും CPM നേതാക്കളെയോ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെയോ വിമർശിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടില്ലായിരുന്നു. അതിന് തുടക്കമിട്ടത് പിണറായി വിജയനാണ്. അത് ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് പ്രായോഗികമായി ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടി വരും, സ്വാഭാവികമാണ്. വയനാട്ടിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാത്രമാണ്. അപ്പോൾ അതിന് മറുപടി നൽകേണ്ടതുണ്ട് എന്നൊരു ബാധ്യതയിലേക്ക് രാഹുൽ എത്തുന്നു. അപ്പോഴും പിണറായി വിജയൻ എന്ന നേതാവിലേക്കാണോ ഒരു ദേശീയ നേതാവ് പോകേണ്ടതെന്ന ചോദ്യം നേരത്തെ ഉണ്ണിബാലൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ നിൽക്കുന്നു. അതല്ലാതെ പ്രസംഗം മൊത്തം കുഴപ്പമാണ്. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ED വരുന്നില്ല എന്ന ചോദ്യമായി ആ പ്രസംഗത്തെ ചുരുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇനി സമയം എത്രത്തോളം ഉണ്ട് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാൻ? 9:49. നമുക്ക് പോയി വരാം. അപ്പോൾ മോദിയെ വിട്ട് രാഹുലിനെതിരെയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2, നോ എന്ന് 1. നോ എന്ന് സുജിയ. Meet the editors.